വഖഫ് ബോർഡ് കേസിലെ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, ഈ ഹൈക്കോടതി വിധി വന്നതിൽ പിന്നെ വലിയ തോതിലുള്ള രൂക്ഷമായിട്ടുള്ള വിവാദങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്നു. ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ ഇതിനെതിരെ ഈ വിധിക്കെതിരെ മുന്നോട്ട് പോവുകയാണല്ലോ വഖഫ് ബോർഡ്. വളരെ നിർണായകമായ നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന വഖഫ് ബോർഡിന്റെയും സംസ്ഥാന വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് വഖഫ് ബോർഡും ഉമർ ഫൈസിയും സുപ്രീം കോടതിയിൽ ഇന്നലെ രാത്രി അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ നയപരമായതോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ ബോർഡ് എടുക്കാൻ പാടില്ലായിരുന്നു എന്നും മൂലധന ചെലവുകൾ ഉണ്ടാക്കരുതെന്നുമായിരുന്നു കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസായ സൗമ്യൻ സെന്നിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വഖഫ് ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നത്. ഈ കേരള വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് നൽകിയിരുന്ന പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവുണ്ടായിരുന്നത്. ഈ ഉത്തരവോടുകൂടി ഫലത്തിൽ ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി കേരള ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വഖഫ് ബോർഡും അതുപോലെ തന്നെ ഉമർ ഫൈസിയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ നേരത്തെ, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നത്. അതിലാണ് ഈ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തണമെന്ന നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെടാതിരുന്നത് എന്നായിരുന്നു ഷോൺ ജോർജിന്റെ വാദമുണ്ടായിരുന്നത്. എന്നാൽ ഈ നിലവിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഉത്തരവിലൂടെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതുകൊണ്ട് ഈ ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നുമാണ് അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രൻ മുഖേന ഫയൽ ചെയ്തിരിക്കുന്ന ഈ ഹർജികളിൽ ഈ സംസ്ഥാന വഖഫ് ബോർഡും അതുപോലെ തന്നെ ഉമർ ഫൈസിയും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ ബാലു, വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധി അത് അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യവുമായിട്ട് ഇപ്പോൾ വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.